തപസ്സുകാലം, വിഭൂതി തിരുനാൾ. തിരുവചനം: നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. യോവേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്ന് 2-ാം അധ്യായം 13-ാം തിരുവചനം. പരിശുദ്ധമായ നൊയമ്പുകാലം ഇന്ന് ആരംഭിക്കുകയാണ്. നെറ്റിയിൽ ക്ഷാരം പൂശി അനുതപിക്കുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുവിൻ എന്ന പുരോഹിതൻ പറയുമ്പോൾ നാം ഒരു യാത്ര ആരംഭിക്കുകയാണ്. നാം നമ്മുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ആത്മപരിശോധന നടത്തുന്ന സമയം, പാപബോധവും പശ്ചാത്താപവും ഉൾക്കൊള്ളുന്ന സമയം, അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറയുന്ന സമയം. നൊയമ്പുകാല യാത്രയിൽ നമുക്ക് വഴികാട്ടിയായി മാറുന്നത് തിരുവചനമാണ്. കർത്താവിന് പകരം കാളക്കുട്ടിയെ ഉണ്ടാക്കി പൂജിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ പതിക്കുന്ന ഉഗ്ര കോപം മാറിപ്പോകുവാൻ മോശ 40 രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. യോനായുടെ പ്രസംഗം കേട്ടവർ തിരുവചനത്തിൽ വിശ്വസിച്ചു 40 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസവും പ്രഖ്യാപിക്കുകയും തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. യേശുവും 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് പരസ്യ ജീവിതത്തിലേക്ക് കടക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ പദ്ധതികൾക്ക് വിട്ടുകൊടുക്കാം. വചനം ആഴത്തിൽ ഉൾക്കൊള്ളുവാനും പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിച്ചത്തിൽ ജീവിതത്തെ നവീകരിക്കുവാനും ഒരു പുതിയ സൃഷ്ടി ആകുവാനുമുള്ള ദൈവ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.